സാന്ദ്രാനന്ദബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിയമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിരാക്ഷാത് ഗുരുഭവനപുരേ അന്ധഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമന്നാരായണീയത്തിൽ 20ാമത്തെ ദശകം നമ്മൾ അവസാനിപ്പിച്ചു. 21ാമത്തെ ദശകത്തിൽ ഭാഗവതത്തിൽ 16ാമത്തെ അധ്യായം മുതൽ 21 വരേക്കും ഉള്ളൊരു അധ്യായങ്ങളിൽ പറയുന്ന ഭൂഗോള വർണ്ണന എന്നുള്ളതും അതിന് ശേഷമുള്ള അധ്യായങ്ങളിലുണ്ട് 25, 26 അധ്യായം വരേക്ക് ഭൂമി വിട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയണത്. നരകവർണ്ണന എന്നൊക്കെ. എന്തായാലും അത്തരം വർണ്ണനകളും കൂടിയിട്ട് 26 വരെയുണ്ട്. 16 മുതൽ 26 വരേക്കുള്ള അധ്യായങ്ങൾ ഭൂമി അല്ലാത്ത കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ ഭൂമി വിട്ടിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും ഈ ലോകത്തിനെ കുറിച്ചിട്ട് ഉള്ള വർണ്ണനകളാണ്. ലോകത്തിൽ അല്ലെങ്കിൽ ഭൂമിയല്ലാത്തതുമായ എന്തെല്ലാം പ്രപഞ്ചത്തിൽ ലോകങ്ങളുണ്ട്, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു പ്രതിപാദനം എന്ന് നമുക്ക് പറയാം. ആദ്യം പറയണത് ഇളാവൃതം, അതായത് ഏറ്റവും നടുക്ക് 9 ഖണ്ഡങ്ങളാക്കിയിട്ട് ഭൂമിയെ ഭാഗിച്ചിട്ടുണ്ട് എന്നാണ്. അതിൽ ആരൊക്കെ ഭരിച്ചിരുന്നു, എങ്ങനെയൊക്കെ ഭഗവാനെ ഭജിച്ചു, ഭരണമുണ്ട് ഭജനമുണ്ട്, ആരാണ് അവിടെ ഉണ്ടായിരുന്നത്, എങ്ങനെയാണ് അവർ ഭഗവാനെ ഏത് രൂപത്തിൽ കണ്ട് ഭജിച്ചു എന്ന് പറയലാണ് ചുരുക്കം. അപ്പം നടുക്കുള്ള ആ ഒരു ഭാഗത്തിനെ ഇളാവൃതം എന്ന് പേരിട്ടിരിക്കണം. അതിൽ വടക്ക് ഭാഗത്ത് 3, തെക്ക് ഭാഗത്ത് 3. അപ്പോൾ 3, 3, 6, നടുവിലൊന്ന് 7 ആയി. അത് വടക്ക് ഭാഗത്തുള്ളതാണ്. ഉത്തരഗുരു മുതലായിട്ടുള്ള കുറേ ഇത് വടക്ക് ഭാഗത്ത് പറഞ്ഞു. പിന്നെ തെക്ക് ഭാഗത്തും ഉണ്ട്. ഭാരതമാണ് ഏറ്റവും തെക്ക് ഭാഗത്തുള്ളത്. പടിഞ്ഞാറ് ഭാഗത്ത് കേതുമാലും കിഴക്ക് ഭാഗത്ത് ഭദ്രാശവും. ഇങ്ങനെ 9 വർഷങ്ങൾ, 3 എണ്ണം തെക്ക് വടക്കായിട്ട് 9 എണ്ണം 7 എണ്ണം ഉണ്ട്. നടുവിൽ ഇളാവൃതം, വടക്ക് 3, തെക്ക് 3. അപ്പോൾ 3, 3, 6, 7 എണ്ണം ഒരേ നിലയിലാണ് കിടക്കുന്നത്. ഒന്ന് പടിഞ്ഞാറും ഒന്ന് കിഴക്കും, അങ്ങനെ 9 ഖണ്ഡം. ഇതാണ് പൊതുവെയുള്ള ഒരു ചിത്രം എന്ന് പറയാം. അതിൽ ഇളാവൃതത്തിൻ്റെ കാര്യമാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയണത്. മധ്യോദ്ഭുവേ ഭവൈളാവൃതനാംനി വർഷേ ഗൗരീ പ്രധാന വനിതാജനമാത്രഭാജി ശർവേണ മന്ത്രനുദുഭിസ്സമുപാസ്യമാനം സംഘർഷണാത്മകം അതീശ്വര സംശ്രയേത്വം. ഏതൊക്കെ തരത്തിലുള്ള ആളുകൾ എങ്ങനെയൊക്കെ ഭഗവാനെ ഭജിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ പ്രദേശത്ത് വസിക്കുന്ന ആൾക്കാരാര്, അവരേത് രൂപത്തിൽ കണ്ടിട്ട് ഭഗവാനെ ഭജിക്കണു, ഏത് രീതിയിൽ ഭഗവാനെ ഭജിച്ചാലും അതൊക്കെ ശരിയാണ്. ഓരോരുത്തരുടെ ദൃഷ്ടിയിലാണല്ലോ ഭേദം ഉള്ളത്. ഭഗവാൻ എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്. അതിനെ എങ്ങനെ നമ്മൾ കണ്ടാലും ആ നിലയ്ക്കുള്ള ബലം യോയോ യാമ്യാം തനും ഭക്ത ശ്രദ്ധയാർച്ചിതുമിച്ഛസി ഗീതയിൽ പറഞ്ഞു. എന്നെ എങ്ങനെ ഭജിക്കണം എന്ന് ഭക്തന് തീരുമാനിക്കാം. അവൻ്റെ അഭിരുചിയാണ് അതിന് അടിസ്ഥാനം. അപ്പം എങ്ങനെ ഭജിച്ചാൽ ആ രീതിയിലുള്ളൊരു അനുഭവമായിരിക്കും അവനുണ്ടാവുക. നമ്മുടെ മാത്രം ശരി എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ് അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. ഒരു വിധത്തിലുള്ളതിലും വിശ്വാസമില്ലാത്തവരുടെ കാര്യം കഷ്ടം. ഏതെങ്കിലും ഒരു രൂപത്തിൽ വന്നാൽ രക്ഷപ്പെട്ടു എന്നാണ്. ഇതൊന്നുമില്ലാത്ത ചില ആൾക്കാരുണ്ടായി. അവരെ പറ്റി ഇപ്പം എന്താ പറയേണ്ടതെന്ന് വെച്ചില്ല. ഇത്രയൊക്കെ വെറൈറ്റി കൊടുത്തിട്ട് ഒന്നും വേണ്ട വെച്ചാൽ എന്താ ചെയ്യുക, നിവൃത്തിയില്ല. ഇപ്പം ഇവിടെ മധ്യത്തിൽ ഇളാവൃതം, മധ്യോദ്ഭവേ
ഭുവ ഇളാവൃത നാംനി വർഷേ മധ്യപ്രദേശം, അതിൽ ഇളാവൃതം എന്നു പേരായിട്ടുള്ള സ്ഥലത്ത് ഏകദേശം ഭൂമിയുടെ മധ്യമായിട്ടാണ് വരിക എന്നാണ്. ഇളാവൃതം നാംനി വർഷേ, മധ്യത്തിലുള്ള ഇളാവൃതം എന്ന ഭാഗത്തിൽ ആരാണ് താമസിക്കുന്നത്? അതാദ്യമാണ് ഗൗരി പ്രധാന വനിതാജന മാത്രഭാജി, പാർവതീദേവി ആകുന്ന നായികയോടു കൂടിയ സ്ത്രീജനങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ ആര് പോയാലും സ്ത്രീകളാവുന്നതാണ്. അതാണ് ഇളാവൃത്തം എന്ന് പറഞ്ഞ കഥാഭാഗത്തിൽ പറയണത്. പരമേശ്വരൻ്റെ ഒരു ശാപം ഉള്ളത് കൊണ്ട് ആരവിടെ പോയാലും സ്ത്രീകളാവും. അതവിടെ സ്ത്രീകൾ മാത്രമുള്ളത്, വനിതാജന മാത്രം, ലേഡീസ് ഓൺലി ആണ് ആ സ്ഥലം. എക്സ്ക്ലൂസീവ്ലി ഫോർ ലേഡീസാണ്. വനിതാജന മാത്രഭാജി, സ്ത്രീകൾ മാത്രം അടങ്ങുന്ന ഭൂഖണ്ഡത്തിൽ ആരെ ഭജിക്കുന്നു? ഗൗരി പാർവതി ആരെ ഭജിക്കുക? പാർവതിയെ ഒറ്റ, ശിവനെ ഒറ്റ ആളെ ഭജിക്കുള്ളൂ. അതാണ് അവിടെ ശർവേണ, ശർവൻ ശിവൻ, മന്ത്രനുതുബി, പരമേശ്വരൻ മന്ത്രങ്ങളാലും സ്തുതികളാലും നന്നായി സേവിച്ചു പോരുന്ന സംഘർഷണമൂർത്തിയായ അങ്ങയെ ഞാനും പ്രാപിക്കുന്നു. അവരൊക്കെ പൂജിക്കുന്ന ഭഗവാനെ ഞാനും കൂടി ഭജിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഓരോ ശ്ലോകവും അവസാനിപ്പിക്കുക. ഭാഗവതത്തിൽ ഓരോരുത്തരും സ്തുതിക്കുന്ന സ്തുതികൾ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് ഓരോന്നും ഓരോ അധ്യായമൊക്കെ വരും. ചിലത് അധ്യായത്തിൽ 2 ഭാഗം പറയും. എന്തായാലും ഇത്രയല്ലേ ഉള്ളൂ, ഇത്രയാവാൻ പറ്റില്ലല്ലോ, വളരെയധികം ഉണ്ട്. അതാണ് 10 അധ്യായം വരും എല്ലാം കൂടി എന്ന് പറഞ്ഞത്. ഭൂമി വിട്ടിട്ടുള്ള കാര്യങ്ങൾ അടക്കം പറയുമ്പോൾ 10 അധ്യായം 26ാമത്തെ നരകവർണ്ണനയാണ്. അതൊക്കെ കൂടി ഇവിടെ ഒരൊറ്റ ദശകത്തിൽ 10 ശ്ലോകം കൊണ്ടാണ് സംഗ്രഹിച്ചത്. അപ്പോൾ സ്തുതി ഇവിടെ പറഞ്ഞിട്ടില്ല, സ്തുതികളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ശർവേണ മന്ത്രനുതുബി സമുപാസ്യമാനം സംഘർഷണാത്മകം അതീശ്വര സംശ്രയേത്വാം. ഈ സംഘർഷണൻ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ അവിടെ പരമേശ്വരനും ഭജിക്കുന്നുണ്ട്, പാർവതിയും ഭജിക്കുന്നുണ്ട് ഈ സംഘർഷണനെ. സംഘർഷണൻ എന്ന രൂപത്തിലാണ് അവിടെ ഭഗവാനെ ഉപാസിക്കുന്നത് എന്നർത്ഥം. ശിവൻ്റെ ഒരു വകഭേദമാണ് ഇവിടെ ഈ സംഘർഷണൻ. സാധാരണ സംഘർഷണം എന്ന് പറഞ്ഞാൽ ബലരാമനാണ് പതിവ്, ആ വാക്കുകൊണ്ട് പറയും. ഇവിടെ അങ്ങനെയല്ല, ലേശം വ്യത്യാസമുണ്ട്. ഒക്കെ സന്ദർഭത്തിനാണല്ലോ മാറ്റം ഉണ്ടാവുക. ഇവിടെ ശിവൻ്റെ വകഭേദം ആയ സംഘർഷണ സ്വരൂപിയെ അതീശ്വര ആയിട്ട് പരമേശ്വരൻ മന്ത്രങ്ങളാലും സ്തുതികളാലും സംഘർഷണമൂർത്തിയായ അങ്ങയെ ഭജിക്കുന്നു. കൂട്ടത്തിൽ ഞാനും അങ്ങയെ അങ്ങനെ ഭജിക്കട്ടെ എന്ന് പറയുകയാണ് ഭട്ടേരിപ്പാട്. ഒക്കെ താനും കൂട്ടുന്നുണ്ട്, എല്ലാവരും ഭജിക്കണ കൂട്ടത്തിൽ ഞാനും ഒന്ന് കൂടിക്കോട്ടെ ഭഗവാനെ എന്നും കൂടി പറഞ്ഞിട്ടാണ് സംഘർഷണാത്മക രൂപത്തിലുള്ള അങ്ങയെ ഭജിക്കുന്നു. ഞാനും ആ ശിവൻ്റെയും പാർവതിയുടെയും കൂട്ടത്തിൽ ചേർന്ന് സർവേശ്വര സംഘർഷണ രൂപിയായി അങ്ങയെ ഭജിച്ചോട്ടെ. മധ്യോദ്ഭവേ ഭുവ ഇളാവൃത നാംനി വർഷേ. മധ്യോദ്ഭവം ഭൂമിയുടെ മധ്യപ്രദേശത്തായിട്ടാണ് ഈ ഇളാവൃതം വരിക. ഏകദേശം ഭൂമിയുടെ മധ്യം എവിടെയാണെന്നൊക്കെ ചോദിച്ചാൽ ഗോളത്തിലുള്ളൊരു കാര്യത്തിന് മധ്യം ഉണ്ടാവുമോ? അത് ചോദിച്ചാൽ ഉത്തരമുണ്ട്, പക്ഷെ ഉത്തരം ഇപ്പം നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയുന്നില്ല. എന്തായാലും മധ്യോദ്ഭവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയപ്പെട്ടതായ ആ ഒരു സംഗതിയിൽ നടുവിൽ നിന്നെടുക്കാം. അതിന് നടു ഉണ്ടാവുമല്ലോ, 9 ഖണ്ഡങ്ങളാക്കി ഭാഗിച്ചതിൻ്റെ നടു എന്നെടുക്കാം. അതാണ് ഇളാവൃതം. വടക്കോട്ട് 3, തെക്കോട്ട് 3, കിഴക്കോട്ട് 1, പടിഞ്ഞാട്ട് 1. ഇതാണ് രൂപം. 3 ഉം 3 6, നടുവിൽ 1 7,
പടിഞ്ഞാറൊന്ന് 8, കിഴക്കോട്ടൊന്ന് 9. ഈ 9 ഖണ്ഡത്തിന് നടുവിൽ എന്നായിരിക്കണം എടുക്കാൻ പറ്റുള്ളൂ. ഭൂമിക്ക് സെൻറ്റർ ഇല്ലല്ലോ, ഭൂമിക്ക് നടു പറയാൻ പറ്റില്ല. ഇപ്പം മധ്യോദ്ഭവേ, ആ നടുവിലുള്ളതായ ഇളാവൃതത്തിൻ്റെ കാര്യം ആദ്യം പറയുന്നു. ഗൗരി പ്രധാന വനിതാജന മാത്രബാജി, സ്ത്രീകൾ മാത്രം ഉള്ള സ്ഥലം. നോ അഡ്മിഷൻ ഫോർ മാൻ ആണ് അവിടെ, എക്സ്ക്ലൂസീവ്ലി ഫോർ ലേഡീസ്. പരമേശ്വരൻ അവിടെ ഭജിക്കുന്നുണ്ട്, ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ലായിരിക്കും. അവിടെ ആര് ചെന്നാലും സ്ത്രീകളാവുന്നതാണ് ശിവൻ്റെ ശാപം കൊണ്ട്. പണ്ടൊരു കഥയിൻ്റെ കാരണം, പാർവതിയും പരമേശ്വരനും കൂടി സ്വൈരായിട്ടിരിക്കുമ്പോൾ ഈ മഹർഷിമാർ അവിടെ വന്നു. അപ്പോൾ ഈ പാർവതിക്ക് ദേഷ്യം വന്നത്, എവിടെ പോയാലും ഒരു മഹർഷിമാരുടെ ശല്യം വലിയ ബുദ്ധിമുട്ടന്നെ. ഇവിടെ ഒന്ന് ശിവനായിട്ട് സ്വൈരായിട്ടിരിക്കാൻ പറ്റില്ല. അപ്പം ശിവായ പറഞ്ഞ് വരിക, ഇനി ഇവിടെ ആര് വന്നാലും അവർ സ്ത്രീകളാവട്ടെ. ആ ഒരു ശാപം നിലനിൽക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് ഗൗരി പ്രധാന വനിതാജന മാത്ര ബാജി, വനിതകൾ മാത്രമുള്ള. അതിന് നേതൃത്വം കൊടുക്കുന്നത് പാർവതിയാണ്. കൂടെ തോഴിമാരോടുകൂടി നേതൃത്വം കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് ആര്? പാർവതി. അങ്ങനെ അങ്ങയെ സംഘർഷണാത്മകനായിട്ട് ഭജിക്കുന്നു. ശിവനും ഭജിക്കുന്നുണ്ട്, അല്ലയോ സർവേശ്വര. പാർവതിയുടെ കൂടെ ശിവന് നിൽക്കാം, ശിവന് അധികാരമുണ്ട്. വേറൊരു പുരുഷനും അവിടെ പോകാൻ പറ്റില്ല, പോയാൽ അപ്പം സ്ത്രീകളാവും. അതുകൊണ്ട് അങ്ങയെ സംഘർഷണമൂർത്തിയായിട്ട് ഭജിക്കുന്ന കൂട്ടത്തിൽ ഞാനും ഭജിച്ചോട്ടെ. ശിവനും വിഷ്ണു ഒരിക്കലും രണ്ടായിട്ട് കാണരുത് എന്നാണ്. ബ്രഹ്മഹത്യാ പാപം അത്രേ അവർക്ക് ഉണ്ടാവുക. ദൈവഭാഗത്തിൽ പ്രത്യേകം പറയേണ്ട, അങ്ങനത്തെ കാണുന്നവർക്ക് ഒന്നായിട്ട് കാണാൻ വളരെ കുറച്ചാർക്കേ സാധിക്കുള്ളൂ. ലക്ഷ്മിക്ക് അത് കഴിഞ്ഞു. അതുകൊണ്ട് ലക്ഷ്മിയെ ശിവനെ സന്തോഷമായിട്ട് അനുഗ്രഹിച്ചു എന്നൊക്കെ ഒരു കഥകൾ പറയുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും ഒന്നാണ് എന്ന് കാണാൻ അല്ലയോ ലക്ഷ്മി, ഒരുപാട് ആൾക്കാർക്ക് കഴിയില്ല കേട്ടോ. നിനക്കതിന് കഴിഞ്ഞതുകൊണ്ട് നിനക്കെന്താ വരം വേണ്ടതെന്ന് ചോദിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ഭാഗമുണ്ട്. വളരെ സന്തോഷമായി ഈ ശിവന്. ഞങ്ങളെ രണ്ടാളായിട്ട് കണ്ടില്ലല്ലോ. അതാണ് വേണ്ടത്, അറിവ് അതാണ് യഥാർത്ഥ അറിവ് എന്ന് പറഞ്ഞാൽ അതാ. അപ്പം അവിടെ ഞാനും അങ്ങയെ ഭജിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ഇളാവൃതത്തിൽ ശിവനായിട്ട് ഭജിച്ചു. ഭജിക്കണ കൂട്ടർ ഗൗരിയുടെ കൂടെ ഉള്ളവരും എന്ന് ഒന്നാമത്തെ ശ്ലോകം. ഗൗരി പ്രധാന വനിതാജന മാത്രഭാജി ശർവേണ മന്ത്രനുദുഭി സമുപാസ്യമാനം. ശിവനും പാർവതിയും ആരെയാ സ്തുതിക്കണം? സംഘർഷണാത്മകമതീശ്വര ഭവൻ സംശ്രയേത്വാം, അങ്ങയുടെ സംഘർഷണാത്മകമായിട്ടുള്ള രൂപത്തെ ഭജിക്കുന്നു. ഈ രണ്ടാമത്തെ ശ്ലോകം. ഭദ്രാശനാമക ഇളാവൃതപൂർവവർഷേ, ഇളാവൃതത്തിൻ്റെ കിഴക്ക് പൂർവം. പൂർവം എന്ന് പറഞ്ഞാൽ മുൻപേ എന്നൊരർത്ഥമുണ്ട്, കൂടി എന്നൊരർത്ഥമുണ്ട്. സ്നേഹപൂർവം എന്ന് പറയും അല്ലേ, സ്നേഹത്തോടു കൂടി. പല അർത്ഥമാണ് പല സന്ദർഭത്തിൽ. ഇവിടെ കിഴക്കാണ്. ഇളാവൃത പൂർവവർഷേ ഭദ്രശവോപി ദൃശഭി പരിണൂയമാനം കൽപ്പാന്തഗൂഢ നിഗമോദ്ധരണ പ്രവീണം ധ്യായാമി ദേവകയശീർഷതനും ഭവന്തം. രണ്ടാമത്തെ ഭാഗം ഭദ്രാശ്വം എന്നാണ് അതിന് പറയുക. ഭദ്രാശ്വവർഷം. ഭദ്രാചലം പറഞ്ഞിട്ടൊരു സ്ഥലമൊക്കെ ഉണ്ട് ഹൈദരാബാദിൽ അല്ലേ. രാമൻ അവിടെ വെച്ചിട്ടാണ് ഈ സീതയെ അപഹരിച്ച് കൊണ്ടുപോയത് എന്നൊക്കെ പറയണം. ഇടയ്ക്ക് അതൊക്കെ ആവാം, കാരണം നടു എന്ന് പറയുമ്പോൾ ഭാരതത്തിൻ്റെ നടുവായിട്ട് വരാലോ. ഏകദേശം ഹൈദരാബാദിൻ്റെ ലേശം വടക്ക് ഭാഗത്ത് ഭദ്രാശ്വം എന്ന് പറയുന്ന സ്ഥാനത്ത് കിഴക്ക് ഭാഗമാണ്. ഇളാവൃതത്തിൻ്റെ തൊട്ട് കിഴക്ക് ഭാഗത്തുള്ള ഖണ്ഡത്തിൽ ആരാ വസിക്കണത് എന്നാണെങ്കിൽ ഭദ്രശ്രവസ്സുകൾ. ഭദ്രശ്രവോപി ഋഷിഭി, ഭദ്രശ്രവസ്സുകളാകുന്ന മഹർഷിമാർ. കുറേ കാലം മുമ്പ് ഈ ലോകത്തിൽ അധികം ഋഷിമാരെ എത്ര ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു എന്നാണ്. പിന്നെയാണ് സാധാരണക്കാരൊക്കെ ഉണ്ടായത്. അപ്പം അന്ന് ഋഷിമാർ ഭദ്രശ്രവസ്സുകൾ എന്ന് പറയുന്ന മഹർഷിമാരാൽ നന്നായി സ്തുതിക്കപ്പെട്ടു. സ്തുതിയൊക്കെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഇവിടെ അത് പരിധിയിൽ വരുന്നില്ല. 10 ശ്ലോകത്തിൽ ഇതൊക്കെ ഒതുക്കണ്ടേ. ഇപ്പം ശ്ലോകം സ്തുതിച്ചു എന്നേ പറഞ്ഞുള്ളൂ, സ്തുതിയെ വിസ്തരിച്ചിട്ടില്ല. സ്തുതി നോക്കണം വെച്ചാൽ ഭാഗവതത്തിൽ കാണാം പല സ്തുതികളും. ഓം നമോ ഭഗവതി ഭദ്രശ്രവസ ഊചു എന്ന് പറഞ്ഞിട്ട് സ്തുതി പറയുന്നുണ്ട്. ഇപ്പം ഇവിടെ ഭദ്രശ്രവോപി ഋഷിഭി പരിണൂയമാനം, ഭക്തിയോടുകൂടി അങ്ങേ ആ ഋഷികൾ ഭദ്രശ്രവസ്സുകൾ സ്തുതിക്കുന്നു.
അങ്ങനെ സ്തുതിക്കപ്പെടുന്നതായിരിക്കുന്ന അങ്ങയെ കൽപ്പാന്തകാലത്ത് കൽപ്പാന്തഗൂഢനിഗമോദ്ധരണപ്രവീണം, പ്രളയകാലത്ത് മറഞ്ഞ വേദങ്ങളെ വീണ്ടെടുക്കുന്നതിൽ പ്രാമുഖ്യം കാണിച്ചതായ, മിടുക്ക് കാണിച്ചതായ, സാമർത്ഥ്യം കാണിച്ചതായ ഹയഗ്രീവമൂർത്തിയായ അങ്ങയെ ഭജിക്കുന്നു എന്നാണ്. ആ ഒരു കഥ ഹയഗ്രീവ അവതാരം ഭാഗവതത്തിൽ പറയണില്ല. അതാണ് ഈ ദശാവതാരങ്ങളല്ലാത്ത അവതാരങ്ങളും ഉണ്ട്, എത്രയോ ഉണ്ട്. ഭാഗവതത്തിൽ പറഞ്ഞ അവതാരങ്ങൾക്ക് പുറമെ പറയാത്ത അവതാരം ഉണ്ട്. എത്ര അവതാരമാണെന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു കഥ നമുക്ക് കേട്ടാൽ ചിലപ്പോൾ ഈ ഭാഗവതമായിട്ട് യോജിക്കാൻ തന്നെ വിഷമമാണ്. ഒരിക്കൽ ദേവാസുര യുദ്ധത്തിൽ വിഷ്ണു വിശ്രമിക്കുമ്പോൾ ഉറങ്ങിപ്പോയി എന്നാണ്. യുദ്ധം കഴിഞ്ഞിട്ടില്ല, ഇടവേളയ്ക്ക് നിർത്തിയതാണ്. ഇടവേളയ്ക്ക് നിർത്തുമ്പോൾ ഉറങ്ങിപ്പോയാൽ സമയം പോണതറിയില്ല. ഉറങ്ങിയപ്പോൾ ദേവന്മാർക്ക് പരിഭ്രമായി. വിഷ്ണുവിൻ്റെ സഹായം കൂടാതെ അവർക്ക് ജയിക്കാൻ പറ്റില്ല. ഒക്കെറ്റിനും വിഷ്ണു വേണം, ദേവന്മാർക്ക് ശക്തിയൊന്നുമില്ല. ഇങ്ങനെ ഇപ്പോൾ ഉറങ്ങുകയാണെച്ചാൽ എന്താ ചെയ്യുക എന്ന് അവരൊരു ചർച്ച. ഉണർത്തിയാലോ പാപമുണ്ടേനി, ഉറങ്ങണോരെ ഉണർത്താൻ പാടില്ല എന്നുണ്ട്. അത് പാപമുണ്ട്, ഉണർത്താനും പാടില്ല, ഉണർത്താതെയും വയ്യ. അപ്പം എന്ത് ചെയ്തു? അവരൊരു സൂത്രം പ്രയോഗിച്ച് ചെതലെറുമ്പിനോട് പോയിട്ട് വിഷ്ണുവിൻ്റെ വില്ലുമ്പിൽ പോയിട്ട് അങ്ങോട്ട് ചെതൽ പിടിക്കാൻ പറയുകയാണ്. അന്നത്രേ ചെതലുണ്ടായി. അപ്പം ഈ വില്ലാട് പൊട്ടിയട്ടെ എന്നൊരു ശബ്ദം ഉണ്ടാവും. അപ്പം വിഷ്ണു ഉണരും. അപ്പം എറുമ്പുകൾക്കും അന്ന് ബുദ്ധി ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, അപ്പോൾ വിഷ്ണുവിനെ ഉണർത്തിയ പാപം ഞങ്ങൾ അനുഭവിച്ചോട്ടെ അല്ലേ? ബ്രഹ്മദേവ അത് പറ്റില്ല കേട്ടോ, ഞങ്ങൾക്ക് പാപം അനുഭവിക്കാൻ താല്പര്യമില്ല തൽക്കാലം എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, ഒരു കാര്യമുണ്ട്, അതിനൊരു മാർഗം. യജ്ഞത്തിൽ താഴേക്ക് വീണ ഈ തുള്ളി ഹവിസ് നെയ്യിൻ്റെ തുള്ളി നിങ്ങൾ ഭക്ഷിച്ചോളിൻ, അതിനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. സാധാരണ യജ്ഞഭാഗം ഭക്ഷിക്കാൻ ആർക്കും അധികാരമില്ല. ഏതൊരു ദേവന്മാരെ ഉദ്ദേശിച്ച് മന്ത്രം ജപിക്കണോ അവർക്കേത്രേ യജ്ഞഭാഗം അനുഭവിക്കാൻ പാടൂ. എറുമ്പുകൾ ഈ ഒരു സഹായം ചെയ്തതുകൊണ്ട് ഈ ഒരു അധികാരം അവർക്ക് കൊടുത്തതാണ്. യജ്ഞഭാഗം ഭുജിക്കാനുള്ള അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് തരക്കടില്ല എന്ന് തോന്നി എറുമ്പുകൾക്കും ചെതലെറുമ്പുകൾക്കും കൂടി പണ്ട് ബുദ്ധി ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ചെതലാണ് പിടിച്ചപ്പോൾ വില്ലാണ് പൊട്ടി, വില്ലിൽ കെട്ടിയ കയറാണ് പൊട്ടി. അപ്പോൾ വിഷ്ണുവിൻ്റെ തല ആകാശത്തേക്ക് തെറിച്ചു എന്ന് ദേവീഭാഗവത്തിൽ പറയും. അപ്പോൾ ദേവന്മാർക്ക് വല്ലാത്ത പരിഭ്രമമായി. ഈശ്വര, വിഷ്ണുവിൻ്റെ തല പോയി, ഇനി എന്താണ് ഞങ്ങൾ ചെയ്യുക? അപ്പോൾ ഒരു അശരീരി ഉണ്ടായ ഒരു കുതിരയുടെ തല ചേർത്ത് അവിടെ വയ്ക്കുക, അതിന് അയഗ്രീവൻ എന്ന് പേരിടാം. അപ്പം അയഗ്രീവൻ അന്ന് ഒരു വരം വാങ്ങി, എന്നെ അയഗ്രീവൻ മാത്രമേ കൊല്ലാൻ പാടൂ. അന്നാണെച്ചാലോ ഹയഗ്രീവൻ എന്ന പേരിൽ ആരും ഇല്ല ലോകത്തിൽ, ഒറ്റ ഹയഗ്രീവനേ ഉള്ളൂ. ഹയഗ്രീവൻ നമ്പർ 2 ഇല്ല എന്നർത്ഥം. അപ്പോൾ ഈ വിഷ്ണുവിന് ഹയഗ്രീവൻ പേരിട്ട ഹയഗ്രീവനെ കൊല്ലാലോ എന്ന് പറഞ്ഞിട്ട് കൊന്നു. അപ്പം വിഷ്ണുവിൻ്റെ തല പഴയ പോലെ വരും ചെയ്തു അവിടെ. അവിടെ വിഷ്ണുവിനെ ഉണ്ടോ കൊല്ലാൻ ആർക്കെങ്കിലും പറ്റണു? താൽക്കാലികമായി ഒരാവശ്യത്തിന് ഭഗവാൻ തന്നെ കെട്ടിച്ചമച്ച സന്ദർഭമാണത്, കഥയില്ല കേട്ടോ. കെട്ടിച്ചമച്ച സന്ദർഭം സ്വയം ആ തല തെറിപ്പിച്ചു എന്ന് വേണം പറയാൻ, കരുതാൻ. അതിനൊക്കെ ഭഗവാൻ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. ജനനമുണ്ട് ഭഗവാൻ, അതുണ്ടാക്കിയതല്ലേ. ഭഗവാന് ജനനമുണ്ടോ ശരിക്ക്? മരണമുണ്ടോ ശരിക്ക്? അതുമില്ല. എന്നിട്ട് വേടൻ്റെ അസ്ത്രം. അപ്പോൾ ഇതൊക്കെ സ്വയം ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. ലോകത്തിൽ അതുകൊണ്ട് ചില കാര്യങ്ങൾ നടക്കാറുണ്ട്. അതാണ് ഹയഗ്രീവ അവതാരം. ആ സമയത്ത് വേദങ്ങൾ അപഹരിച്ചപ്പെട്ടു എന്നാണ്. ബ്രഹ്മാവ് ഒരിക്കലും ഉറങ്ങിയിത്രേ. അപ്പോൾ ആ വേദങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവതാരം ഉണ്ടായത് എന്ന് ഇവിടെ പറയണു. അത്തരത്തിലുള്ള ഹയഗ്രീവ സ്വരൂപിയായിട്ടാണ് ഈ ഭദ്രശ്രവസുക്കൾ ഭദ്രാശ്വം എന്ന സ്ഥലത്ത് അങ്ങയെ കാണുന്നത്. കൂട്ടത്തിൽ ഞാനും ഗുരുവായൂരപ്പ അങ്ങയെ ഭജിക്കട്ടെ ഹയഗ്രീവ സ്വരൂപമായിട്ട് എന്ന് പറയണം. കൽപ്പാന്ത ഗൂഢ നിഗമോ ധരണ പ്രവീണം. കൽപ്പാന്ത കാലത്ത് അപഹരിക്കപ്പെട്ട വേദങ്ങൾ, നിഗമം വേദങ്ങൾ, ഉദ്ധരണം വേദങ്ങളെ ഉദ്ധരിക്കാനായിക്കൊണ്ട്
സമർത്ഥനായ അങ്ങയെ ഭജിക്കുന്നു ഭദ്രശ്രവസ്സുക്കൾ. ആ കൂട്ടത്തിൽ ഞാനും അങ്ങയെ ഭജിക്കട്ടെ. അപ്പോൾ ഇളാമൃതത്തിൻ്റെ കാര്യം പറഞ്ഞു. ഗൗരി പാർവതി മുതലായിട്ട് സംഘർഷണാത്മകനായിട്ടുള്ള അങ്ങയെ ഭജിക്കുന്നു, ഞാനും ഭജിക്കട്ടെ. രണ്ടാമതോ ഭദ്രശ്രവസ് ഭദ്രാശ്വം എന്ന സ്ഥലത്ത് ഭദ്രശ്രവസ്സുകൾ അങ്ങയെ ഭജിക്കുന്നു, വേദോദ്ധരണ സമർത്ഥനായിട്ടുള്ള അങ്ങയെ, ഞാനും അങ്ങയെ ഭജിക്കട്ടെ. ഹയഗ്രീവ സ്വരൂപമായിട്ട് കുതിരയുടെ തല ഉള്ള ഭഗവാനാണ് ഹയഗ്രീവൻ. ഹയഗ്രീവന് മാത്രമേ കൊല്ലാൻ പറ്റൂ. അതുകൊണ്ട് ആ ഒരു സ്വരൂപം എടുത്തു. അങ്ങനെയുള്ള അങ്ങയെ ഞാൻ ഭജിക്കുന്നു. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.